വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 19 അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങൾ. പടയാളികൾ ഈശോയെ ക്രൂശിച്ചതിന് ശേഷം അവൻ്റെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ചു. ഓരോ പടയാളിക്കും ഓരോ ഭാഗം. അവൻ്റെ അങ്കിയും അവർ എടുത്തു. അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു. ആകയാൽ അവർ പരസ്പരം പറഞ്ഞു, നമുക്കത് കീറേണ്ട, പകരം അത് ആരുടേതായിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം. എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എൻ്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. ഈശോയുടെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. ഈശോ തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടി ഈശോ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞയും ഹിസ്സോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. ഈശോ വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അത് ശാബത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ ശാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. ശാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കുവാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കുവാനും അവരെ നീക്കം ചെയ്യുവാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ ഈശോയെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 19 അധ്യായം 23 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഈ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് തൻ്റെ അവസാന തുള്ളി രക്തവും നമ്മുടെ ഓരോരുത്തരുടെയും പാപപരിഹാരത്തിനായി നൽകി എന്നുള്ള ആ വലിയ തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ചങ്കിലെ ചോരയാൽ പ്രാണനിലെഴുതിയ നേരിൻ്റെ പേരാണ് സ്നേഹം. സ്നേഹമുള്ളവരെയും, നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ചങ്കിലെ അവസാന തുള്ളി രക്തവും ഈശോ നമുക്കായി നൽകി. ലൊങ്കിനോസ് എന്നുള്ള ആ പടയാളി ഈശോയുടെ മാറിലേക്ക് കുന്തം കുത്തിയിറക്കുമ്പോൾ അവൻ്റെ ഒരു കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നില്ല. പക്ഷേ കർത്താവിൻ്റെ അവസാന തുള്ളി രക്തവും അവൻ്റെ കണ്ണിലേക്ക് പതിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ച ലഭിച്ചു എന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യമാണല്ലോ. കർത്താവായ ദൈവം തൻ്റെ സഹനത്തിലൂടെയാണ്, തൻ്റെ ബുദ്ധിമുട്ടുകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, പീഡാസഹനത്തിലൂടെ, കുരിശുമരണത്തിലൂടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷ സാധിച്ചത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 53 അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് കർത്താവായ മിശിഹായ്ക്ക് ഉണ്ടാകാനായിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ച്, സഹനങ്ങളെക്കുറിച്ച് പഴയ നിയമത്തിൽ മുൻകൂട്ടി പറഞ്ഞ് വയ്ക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53 അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തു എന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി.
നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പ്രാപിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ തിരുവെഴുത്തുകളെല്ലാം കർത്താവായ മിശിഹായുടെ പീഡാനുഭവത്തിൽ, കുരിശുമരണത്തിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. അവസാന നിമിഷം ഇതാ നിന്റെ അമ്മ എന്നും ഇതാ നിന്റെ മകൻ എന്നും യോഹന്നാനെ കാണിച്ചു തന്നുകൊണ്ട് തൻ്റെ ചങ്കിലെ അവസാന തുള്ളി രക്തവും നമുക്ക് നൽകിക്കൊണ്ട് സഹനത്തിലൂടെയാണ് പാപത്തിന് പരിഹാരം കർത്താവായ മിശിഹ കണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് കർത്താവായ മിശിഹ കുരിശിൽ മൂന്നാണികളിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് തൻ്റെ എല്ലാം നമുക്കായി നൽകിയത്. ഈ സഹനങ്ങളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും പാപങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത്. അപ്പസ്തോലന്മാരും നമ്മുടെ ആദിമ സഭയിലെ ആളുകളും വിശുദ്ധരും നമ്മുടെയൊക്കെ തൊട്ട് അയൽപക്കത്ത് തന്നെ ജീവിച്ച് കടന്നുപോയ വിശുദ്ധ അൽഫോൻസാമയും ഒക്കെ ഈ സഹനത്തിലൂടെയാണ്, പ്രാർത്ഥനയിലൂടെയാണ് പാപികളുടെ മാനസാന്തരവും ഓരോ മനുഷ്യനും ലഭിക്കേണ്ട രക്ഷയും കരഗതമാക്കിയത്. അതുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ലഭിക്കുന്ന സഹനങ്ങളെ ദൈവികമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ പോയി പരിതപിക്കാറുണ്ട്. എന്തുകൊണ്ട് ഈ സഹനങ്ങൾ എനിക്ക് ലഭിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടി. സ്നേഹമുള്ളവരെ, സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന മാർഗങ്ങളാണ്. ഇന്ന് ആർക്കും വേണ്ടാത്ത ഒരു കാര്യമാണ് സഹനം. നമ്മൾ ഒരു കയ്യിൽ മൊബൈൽ ഫോണും മറുകയിൽ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങും പിടിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുവാനായിട്ട് നെട്ടോട്ടം ഓടുമ്പോൾ സഹനങ്ങൾ അല്ലെങ്കിൽ സഹിക്കുന്ന വ്യക്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അർത്ഥമില്ലാത്ത അല്ലെങ്കിൽ ഗുണമില്ലാത്ത കാര്യമായിട്ട് കരുതപ്പെടുകയാണ്. അതുകൊണ്ട് സഹനങ്ങളെ ദൈവികമായി കാണാനും ദൈവികമായിട്ടുള്ള രീതിയിൽ അതിനെ സ്വീകരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, വിശുദ്ധരോട് ചേർന്ന് നിന്നുകൊണ്ട് സഹിക്കുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് നമുക്ക് നടന്നെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവായ മിശിഹായുടെ ദാഹം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പറയുന്നുണ്ടല്ലോ, അത് ആത്മീയമായിട്ടുള്ള ദാഹമാണ്, ആത്മാക്കളുടെ രക്ഷയെ പ്രതിയുള്ള ദാഹമാണ്. ആ ദാഹം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടിയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ സഹനങ്ങളെ കാഴ്ചവെക്കണം. അങ്ങനെ കാഴ്ചവെക്കുമ്പോൾ സഹനങ്ങളെ രക്ഷാകരമാക്കി തീർക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. കർത്താവിൻ്റെ വലിയ സഹനങ്ങളും പീഡാനുഭവങ്ങളും കുരിശുമരണവും ഒക്കെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി തീർന്നത്. അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹനങ്ങളും ഒക്കെ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുകയും അതിനെ നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടിയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും കാഴ്ചവെക്കുമ്പോൾ സഹനത്തിന് നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകും. കർത്താവ്
അറിയാതെ ഒരു സഹനവും നമ്മുടെ ജീവിതത്തിൽ വരികയില്ല എന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് വരാം. കർത്താവിൻ്റെ പ്രവർത്തികൾ നമ്മുടെ സഹനങ്ങളിലൂടെ പൂർത്തിയാകട്ടെ. പാപങ്ങളുടെ മോചനവും ആത്മാക്കളുടെ രക്ഷയും നമുക്ക് ഓരോരുത്തർക്കും കരകതമാകട്ടെ. സഹിക്കുന്ന സഹനങ്ങളെ ഏറ്റെടുക്കുന്ന വ്യക്തികൾക്ക് ദൈവാനുഗ്രഹം കർത്താവ് നൽകും. അതോടൊപ്പം തന്നെ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, അവിടുത്തെ പീഡാനുഭവങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് സഹിക്കുന്നവരായി തീരുവാനും സഹനത്തെ ദൈവാനുഭവമാക്കി മാറ്റുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.